രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം ആരംഭിച്ചു. കേൾക്കപ്പെടേണ്ടത് എന്താണ്? ശ്രോതവ്യം എന്ന് വെച്ചാൽ കേൾക്കപ്പെടേണ്ടത്, കാണപ്പെടേണ്ടത്, അറിയപ്പെടേണ്ടത് എന്ത് എന്നാണ് ചോദ്യം. നമ്മൾ കേൾക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും അറിയുന്നതിലൂടെയൊക്കെ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തെ പൂർണ്ണമായി സാധിപ്പിച്ചു തരുന്നതെന്തോ അതാണ് കേൾക്കപ്പെടേണ്ടത്. അപ്പം കേൾക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും രുചിക്കുന്നതിലൂടെയും സ്പർശിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ എന്തിനാണ് ലക്ഷ്യം വയ്ക്കുന്നത്? സുഖത്തെയാണ്. സുഖം തരുന്നതാണ് നമുക്ക് കാണേണ്ടത്, സുഖം തരുന്നതാണ് കേൾക്കേണ്ടത്, സുഖമാണ് വേണ്ടത്. ആ ഒരു സുഖം എങ്ങനെയുള്ള സുഖമാണ്? നമ്മൾ അന്വേഷിക്കുന്ന, നമ്മളെന്നല്ല ഏതൊരു ജീവനും അന്വേഷിക്കുന്ന സുഖം. എങ്ങനെയുള്ള സുഖം? നമുക്ക് അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ സുഖം. അതിന് പിന്നിലും സുഖമില്ല, അങ്ങോട്ടും സുഖമില്ല. അത് മതിയോ? പോരാ. എപ്പോഴും സുഖം വേണം. ഇനി എപ്പോഴും സുഖം എന്ന് പറഞ്ഞാൽ അതുമാത്രം മതി. എപ്പോഴും സുഖം, അങ്ങനെ എപ്പോഴും സുഖം ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് അതിനേക്കാൾ വലിയൊരു സുഖം വേറെ ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ സുഖം ഇല്ലാതെയാവും. അപ്പോൾ പരമമായ സുഖമായിരിക്കണം, നിത്യമായ സുഖം. അതിലിങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാവാൻ പാടില്ല. കുറച്ച് സുഖം, പിന്നെ ഇത്തിരി ദുഃഖം, പിന്നെ സുഖം. ഇന്നത്തെ പോലെ പോരാ. നിരന്തരമായ സുഖം, അതിശയിപ്പിക്കാൻ വേറൊന്നില്ലാത്ത നിരതിശയമായ സുഖം. ഇത് തരുന്നതെന്തോ അതാണ്, അല്ലെങ്കിൽ അതല്ലേ കേൾക്കപ്പെടേണ്ടത്. അതിനെയല്ലേ കേൾക്കേണ്ടത്, അതിനെയല്ലേ അറിയേണ്ടത്. അതെന്ത് എന്നാ, അതെവിടെയാണ് കിട്ടുക എന്നാ ചോദ്യം. അത് കിട്ടേണ്ടതേ അല്ല, അത് നമ്മുടെ സ്വരൂപം തന്നെയാണ്. സുഖം വസ്തുനിഷ്ഠല്ല, വ്യക്തിനിഷ്ഠാണെന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിന്ന് കരുതുന്നത് പുറമേയുള്ള വിഷയങ്ങളിലാണ് സുഖം എന്നാണ്. ശബ്ദങ്ങളിൽ, സ്പർശങ്ങളിൽ, ഗന്ധങ്ങളിൽ, രൂപങ്ങളിൽ. അങ്ങനെയാണോ? അല്ലാന്ന് മനസ്സിലാക്കാൻ വലിയ വേദാന്ത വിജ്ഞാനമൊന്നും വേണ്ട. നമ്മുടെ അനുഭവങ്ങളെ നമ്മളൊന്ന് യുക്തിപൂർവ്വം വിശകലനം ചെയ്താൽ മതി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നയാൾ കുറച്ച് കാലമായിട്ട് വിദേശത്താണ്. അപ്രതീക്ഷിതമായി ഇപ്പം വാതിൽ തുറന്നിങ്ങോട്ട് വന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം എനിക്ക് നല്ല സുഖം, നല്ല സന്തോഷം, സുഖം ആയി ആളെങ്ങ് കണ്ട സമയത്ത്. ഇവിടെ ചോദ്യം, ഈ സുഖം ആ വന്ന ആളിലാണോ? ആണല്ലോ. ആളെ കണ്ട സമയത്തല്ലേ സുഖം ഉണ്ടായത്. അതിന് തൊട്ട് മുന്നേ എനിക്ക് ആ സുഖമില്ലായിരുന്നല്ലോ. അപ്പം ആദ്യം നമുക്ക് തോന്നുക ആ ആളിലാണ് സുഖം എന്നാണ്. ആ ആളിൽ ആണ് സുഖമെങ്കിൽ ആളെ കണ്ട സമയത്തുള്ള സുഖം തുടരണം. ആ ആൾ എൻ്റെ കൂടെയുള്ള സമയത്ത് ആദ്യം കണ്ടപ്പോൾ എത്ര അളവിൽ സുഖമുണ്ടായോ അതിലൊട്ടും കുറവില്ലാതെ ആൾ എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ആ സുഖം തുടരണം. അതുണ്ടാവുന്നുണ്ടോ? ഇല്ല. ആദ്യം കണ്ട സുഖം കുറച്ച് കഴിഞ്ഞാലില്ല, കുറച്ചുകൂടിയും കഴിഞ്ഞാൽ പിന്നെയും കുറയും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ സാന്നിധ്യം കൊണ്ട് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല എന്നുള്ള അവസ്ഥയാവും. അപ്പോൾ ഇനി ചോദ്യം, സുഖം അയാളിലാണോ? ആളിപ്പോഴും കൂടെ ഉണ്ട്, പക്ഷെ സുഖമില്ല. അപ്പം എന്താ അവിടെ സംഭവിച്ചത്?
ആ നമ്മുടെ സുഖത്തിൻ്റെ ഇരിപ്പിടം എന്ന് കരുതിയ ആൾ നമ്മുടെ മനസ്സ് സ്വല്പനേരം ഏകാഗ്രമായി. ആളെ കണ്ട സമയത്ത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എല്ലാം മറന്നു, ബാക്കിയൊക്കെ മറന്നു എന്ന് വെച്ചാൽ തൽക്കാലം കുറച്ച് നേരത്തേക്ക് മനസ്സ് സങ്കല്പ വികല്പങ്ങൾ ഒഴിഞ്ഞ് ശാന്തമായി. ആ വ്യക്തിയെ അപേക്ഷിച്ച് ഏകാഗ്രമായി. ആ ആപേക്ഷികമായ ഏകാഗ്രതയിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ സ്വരൂപമായ ആത്മസ്വരൂപമായ ആനന്ദം പ്രകാശിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴോ നേരത്തെ മറന്നുപോയതൊക്കെ മനസ്സിലേക്ക് വന്നു. ആ സങ്കല്പങ്ങളൊക്കെ വന്നപ്പോഴോ സുഖവും പോയി. അപ്പോൾ എന്താ ഉണ്ടായത്? ആ വ്യക്തിയിൽ സുഖം, വ്യക്തി കൊണ്ട് സുഖമുണ്ടായി, വ്യക്തിയെക്കൊണ്ട് സുഖം ഉണ്ടായതല്ല, മറിച്ച് മനസ്സിൻ്റെ ഏകാഗ്രതയാണ് അവിടെ ആത്മസ്വരൂപമായ ആനന്ദത്തെ സ്വല്പനേരത്തേക്ക് പ്രകാശിപ്പിച്ചത്, പൂർണ്ണമായി പ്രകാശിപ്പിച്ചത്. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഈ പുറമെയുള്ള വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന സുഖങ്ങൾ എന്ന് നമ്മൾ പറയുന്നതൊക്കെ ആത്മസുഖ പ്രസ്ഫുരണങ്ങൾ, പ്രതിഫലനങ്ങൾ എന്ന് പറയാം. അപ്പോൾ നിത്യമായ സുഖം, നിത്യമായ ആനന്ദം നമ്മളിൽ ആനന്ദസ്വരൂപനായി പ്രകാശിക്കുന്ന ഭഗവാനിൽ ഇരിക്കുമ്പോൾ, സത്യത്തിലിരിക്കുമ്പോൾ. ഇതാണ് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം സൃഷ്ടിയെപ്പറ്റി ചോദിച്ചു. അപ്പം സത്യം ഏകമാണ്, അദ്വിതീയമാണ്, പലതില്ല. നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ ഒരു തരത്തിലും പലതില്ല. പലതില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഞാൻ കാണുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കാണുന്നില്ലേ, നിങ്ങൾ ഞങ്ങളെ പലരെ കാണുന്നില്ലേ, എന്നെയും ഇദ്ദേഹത്തെയും അപ്പുറത്തിരിക്കുന്ന ആളെയൊക്കെ കാണുന്നില്ലേ. അപ്പോൾ പലതില്ല എന്ന് പറയുമ്പോഴും പലതനുഭവം, അത് സൃഷ്ടി. ആ സൃഷ്ടി ഭഗവാന്റെ മഹിമയാണ്. ആ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ട സമയത്ത് ഭഗവാന്റെ മഹിമ വാക്കിന് പൂർണ്ണമായി വിഷയാവില്ല, വാക്കുകൊണ്ട് ബോധിപ്പിക്കാനാവില്ല. പിന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാൽ സ്വല്പമൊക്കെ പറയാൻ ശ്രമിക്കാം. അതിനുവേണ്ടി ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന്റെ മഹിമ പറയുവാൻ ഭഗവാൻ തന്നെ വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണ ശ്രോത്രസ്യ ശ്രോത്രം ആണല്ലോ ഭഗവാൻ. അപ്പോൾ വാക്കിലൂടെ ഭഗവാൻ പ്രകാശിക്കാനായി ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭോ നിർമായസേതേയതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വലം ഗൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. നോക്കൂ, ശ്രീ ശുകബ്രഹ്മർഷി പോലും ഭഗവാനെപ്പറ്റി പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഭഗവാനെ നമസ്കരിച്ച് ആ ഒരു പരമമായ ശക്തിയാണ് എൻ്റെ നാവിലൂടെ പ്രകാശിക്കുന്നത് എന്ന ഭാവത്തിലിരുന്നാണ് പറയാൻ പോകുന്നത്. എന്നിട്ട് സൃഷ്ടിയെപ്പറ്റി പറഞ്ഞ് കൊടുക്കുകയാണ് ബ്രഹ്മനാരദ സംവാദത്തെ ഉദാഹരിച്ച്. ഈ അന്വാഖ്യാന രൂപേണയുള്ള പറയൽ, കഥാകഥനം പുരാണങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് കാണാം. ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്ന സമ്പ്രദായമല്ല അധികം നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമ്മൾ കാണുക. ഇത് ശുശ്രുമ പൂർവേഷാം, ഇങ്ങനെ പൂർവാചാര്യന്മാരിൽ നിന്നും പൂർവികരായ ആചാര്യന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ട്, ആ കേട്ടത് ഞാൻ പറഞ്ഞു തരാം. നിമി നവയോഗി സംവാദം, നാരദ മഹർഷിക്ക് ഭാഗവതധർമ്മം അറിയാത്തയാളാണോ? ഭാഗവതധർമ്മത്തിൻ്റെ രൂപമാണ് നാരദ മഹർഷി. ഇനി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതോറിറ്റി ഇല്ലാതെ വരുമോ? നാരദ മഹർഷിയേക്കാൾ വലിയ അതോറിറ്റി ആരാ ഭഗവാന്റെ മഹിമ പറയാൻ? എന്നിട്ട് നാരദ മഹർഷി എങ്ങനെയാണ് പറഞ്ഞത്? നവയോഗികൾ നിമിരാജാവിന് ഭാഗവതധർമ്മം ഉപദേശിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഈ അന്വാഖ്യാന രൂപേണയുള്ള പറയൽ ഒരേ സമയം ഭാരതത്തിൻ്റെ ജ്ഞാനപാരമ്പര്യത്തിൻ്റെ അനാദിത്വത്തെ, ഇതെവിടെ തുടങ്ങി നമുക്ക് പറയാനാവില്ല. ഇതിൻ്റെ തുടക്കം അന്വേഷിച്ച് പിറകിലേക്ക് പോകുമ്പോഴൊക്കെ ഏറ്റവും പിറകിലുള്ളയാളും പിന്നെയും പിറകിലേക്ക് കൈ ചൂണ്ടുന്നതാണ് കാണാൻ കഴിയുക. അനാദിയാണ്. പിന്നെ പറയുന്നയാളുടെ വിനയം,
ഞാനൊരു മധ്യവർത്തി, നടുവിൽ നിൽക്കുന്നയാൾ. അനാദിയായ ഗുരുപരമ്പരയിൽ നിന്നും എനിക്ക് കിട്ടിയത് ഞാൻ നൽകുന്നു എന്ന് മാത്രം. ആ സമ്പ്രദായത്തോടുള്ള ആദരവ്, ആ സമ്പ്രദായത്തെ അനുവർത്തിച്ചുകൊണ്ട് അതിലൊരു കണ്ണിയായിക്കൊണ്ട് ഞാൻ പറയുന്നു, അവിടെ ഞാനില്ല, സമ്പ്രദായമേ ഉള്ളൂ. അത് നൽകിയ ആ അനാദിയായ ഗുരു പരമ്പരയേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെയുള്ള ഉപദേശ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ബ്രഹ്മനാരദ സംവാദം പറയാൻ തുടങ്ങുകയാണ്. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, പണ്ട് ഈ സൃഷ്ടിയെക്കുറിച്ച് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. നാരദ മഹർഷി ഒരിക്കൽ സത്യലോകത്തിൽ ചെന്ന സമയത്ത് ബ്രഹ്മാവ് ധ്യാനിച്ചിരിക്കുകയാണ്. ധ്യാനം കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നു. ധ്യാനം കഴിഞ്ഞു. ധ്യാനത്തിൽ നിന്നുണർന്ന ബ്രഹ്മാവിനോട് നാരദ മഹർഷി പറഞ്ഞു, ഞാനിവിടെ വന്നത് ആത്മജ്ഞാനം, ആത്മവിദ്യ അങ്ങയിൽ നിന്നും ഉപദേശിച്ച് കിട്ടാനാണ്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് അങ്ങയുടെ ഈ ധ്യാനം എന്ന പ്രവൃത്തി കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. ഇതുവരെ ഞാൻ വിചാരിച്ചത് എന്തായിരുന്നു? അങ്ങാണ് സുപ്രീം. അതിൻ്റെ മുകളിൽ, ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ മുകളിൽ പ്രസിഡൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു പ്രസിഡൻ്റ് ഇല്ല. അങ്ങാണ് മുകളിൽ, ഇനി അതിൻ്റെ മുകളിൽ ഒരാളില്ല, സർവവും അങ്ങാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങ് വേറൊരാളെ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു. അപ്പം അങ്ങയ്ക്കും ധ്യേയനായി ഒരാളുണ്ടെന്നുള്ളതല്ലേ അങ്ങയുടെ പ്രവൃത്തി കാണിക്കുന്നത്? അതാരാണ്? പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മളോട് ഒരാൾ നമ്മളെക്കാൾ കേമൻ വേറെന്തോ ചോദിക്കുന്നതന്നെ നമുക്കിഷ്ടമല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിച്ച് കൊടുക്കൂല. എന്നാൽ ഇവിടെ ബ്രഹ്മാവ് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്, സമ്യക് കാരുണികസ്യ ഇതം വത്സതേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ ഭഗവത് വീര്യദർശനേ. എൻ്റെ ചോദ്യം വളരെ നന്നായി. ഇപ്പം നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ ഈ ഓരോ ചോദ്യം ലോകത്ത് തന്നെ മാറ്റിമറിക്കും, അല്ലെ ലോകഹിതകരങ്ങളാണ് ചോദ്യങ്ങൾ എന്ന പോലെ നീ ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ മഹിമ നിൻ്റെ മുന്നിൽ പറയാൻ സാധിക്കുകയല്ലേ? എൻ്റെ സംശയത്തിന് തീർത്തും നിലനിൽപ്പുണ്ട്. യുക്തമായ സംശയമാണ്. എനിക്ക് ധ്യേയനായി എനിക്ക് മുകളിൽ ഒരാളുണ്ടോ എന്നല്ലേ ചോദ്യം? എനിക്ക് മുകളിൽ അല്ല, എനിക്ക് മുകളിലും എനിക്ക് താഴെയും എനിക്ക് വശങ്ങളിലും എന്നിലും നിന്നിലും ഈ സർവവുമായി പ്രകാശിക്കുന്നത് ആരാണ്? ഭഗവാൻ നാരായണനാണ്. നാരായണ പരാവേദ ദേവാ നാരായണാംഗജാഹ നാരായണ പരാലോക നാരായണ പരാമഘാഹ നാരായണ പരോയോഗ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. സർവവും നാരായണൻ. ഈ ജഗത്തിൽ എച്ചകിഞ്ചിൽ ജഗത്യസ്മിൻ ദൃശ്യതേ ശ്രൂയതേ വിവ അന്തർബഹിശ്ച തൽസർവം വ്യാപ്യ നാരായണ സ്ഥിത. ഈ ജഗത്തിൽ എന്തൊക്കെ കാണപ്പെടുന്നോ എന്തൊക്കെ കേൾക്കപ്പെടുന്നോ സർവവും നാരായണൻ. ദ്രവ്യം കർമ്മച കാലശ്ച സ്വഭാവോ ജീവ ഏവച വാസുദേവാൽ പരോ ബ്രഹ്മൻ നച അന്യഃ അർത്ഥോസ്തി തത്വതഃ. പാരമാർത്ഥിക തലത്തിൽ ദ്രവ്യമായും കർമ്മമായും കാലമായും സ്വഭാവമായും ജീവനായും ഒക്കെ തിരിഞ്ഞു നിന്ന് ഈ പ്രപഞ്ചം ആയി പ്രകാശിക്കുന്നത് വാസുദേവൻ തന്നെ. വാസുദേവനിൽ നിന്നും അന്യനായി ഒരാളില്ല, ഒന്നില്ല. ഒരു സൃഷ്ടിക്ക് ഈ 5 ഘടകങ്ങൾ വേണം. ഒന്ന് ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു കാരണം, അത് ഉണ്ടാക്കാൻ ഒരു വസ്തു വേണം. അപ്പോൾ ഒരു കുടം ഉണ്ടാവണമെങ്കിൽ മണ്ണ് വേണം, ദ്രവ്യം വേണം. ഇനി മണ്ണിങ്ങനെ അവിടെ ഉണ്ടായാൽ പോരാ, അതിനെ കുഴച്ച് ഉരുട്ടി കുടം ഉണ്ടാക്കുക എന്നുള്ള കർമ്മം നടക്കണം. അപ്പം ഒരു മുള ഉണ്ടാവണമെങ്കിൽ ആദ്യം വിത്ത് വേണം. ഈ വിത്ത് അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സൃഷ്ടി വരുമോ? ഇല്ല. അപ്പോൾ അത് കുഴിച്ചിടണം. അതിനെന്തൊക്കെ വേണം? അതിനെ പരിചരിക്കണം. പിന്നെ ഇപ്പം അങ്ങ് കുഴിച്ചിട്ടു, ഇപ്പം അങ്ങോട്ട് മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ മുളയ്ക്കുകയോ? ഇല്ല. അതിന് കാലം ഒരു ഘടകമായി ചേരണം, മുളയ്ക്കേണ്ട സമയമാവണം. ഇനി മുളയ്ക്കാനുള്ളൊരു സ്വഭാവം അതിന് വേണം, ജീവൻ വേണം. ഇപ്പം 100 വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 100 മുളയ്ക്കുകയോ? ഇല്ല. ജീവൻ ഉള്ളിലുള്ളതേ മുളയ്ക്കുള്ളൂ. അപ്പോൾ ഈ 5 ഘടകങ്ങൾ സൃഷ്ടിക്ക് ഭൗതിക ദൃഷ്ടിയ വേണ്ടതുണ്ട്.
ഇവിടെ ഈ 5 ഘടകങ്ങളായും നിൽക്കുന്നത് ആര്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആത്യന്തിക തലത്തിൽ, പാരമാർത്ഥിക തലത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ആര് തന്നെ? ഭഗവാൻ തന്നെ. ഇപ്പോൾ സൃഷ്ടിയെ പറ്റിയുള്ള വേദാന്തത്തിൻ്റെ പരമമായ അഭിപ്രായം അതാണ്. ഈ സൃഷ്ടി എന്നത് ഇല്ല, ഇതൊരു ഭ്രമം, ഇത് മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്ന ഒരു തോന്നൽ, മരുമരീചിക പോലെ. ഇന്നത്തെ രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ കാറിൽ പോകുമ്പം നീണ്ടു കിടക്കുന്ന റോഡാണെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ മുന്നിൽ വെള്ളം ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും. കാണുമ്പോൾ അത് അനുഭവമാണ്, പക്ഷേ അടുത്ത് ചെന്നാൽ അതില്ല. ഇതേപോലെ ലോകത്തെ കണ്ടു കഴിഞ്ഞാലുണ്ട്, ഇങ്ങനെ കണ്ടു നിൽക്കുമ്പം, ദൂരത്തു നിന്ന് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അതുണ്ട്. പക്ഷെ അടുത്ത് ചെന്ന്, ഓരോന്നിൻ്റെയും അടുത്ത് ചെന്ന് അതിനെ യുക്തിവിചാരത്തിന് അഥവാ കാര്യകാരണ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ അതിൽ മുന്നേ നമ്മൾ കൽപ്പിച്ച പേര്, രൂപം, ഇനി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് കാണാം. ഈ സവാളയുടെയൊക്കെ തൊലി ഇങ്ങനെ പൊളിച്ച് കളയുന്ന പോലെ അല്ലേ? പിരിക്കുന്ന കസേര, എന്താ അത് ചോദിച്ചാൽ എന്താ കാണുന്നത്? കസേര. എന്താ ഇപ്പോൾ സാധനം ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ കസേരയല്ല, അത് പ്ലാസ്റ്റിക്കാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വിലയാണ് കിട്ടുക. ഇനി പ്ലാസ്റ്റിക് എന്താണ്? പ്ലാസ്റ്റിക് എന്തിൽ നിന്നുണ്ടായോ ആ മൂലകങ്ങളാണ്. ഇനി അതിൻ്റെ അടിസ്ഥാനം എന്താണ്? പിറകിലേക്ക് പോയാലും അത് കോശത്തിലെത്തും. അതിൻ്റെയും പിറകിലേക്ക് പോയാലും ഭൗതിക ശാസ്ത്രദൃഷ്ട്യ ഊർജത്തിലെത്തും. ഇനി അതിൻ്റെയും പിറകിലോ ഈ ഊർജം ചലനാത്മകമാണ് അല്ലേ? അതെ, കൈനറ്റിക്കാണ്. ഈ ചലനം നടക്കണമെങ്കിൽ ചലിക്കാത്തൊന്നും ഉണ്ടായേ തീരൂ. ഒരേ ദിശയിൽ 2 ട്രെയിനുകൾ ഒരേപോലെ പോയാൽ ഈ ട്രെയിനിലിരിക്കുന്ന ആൾ അപ്പുറത്തെ ട്രെയിനിലേക്ക് നോക്കിയാൽ പോകുന്നത് അനുഭവപ്പെടുക, ചലനമില്ല. ചലിക്കാത്ത നിലത്തെ നോക്കിയാലേ ചലനമുള്ളൂ. അപ്പോൾ ചലനം അചലമായ ഒന്നിലേ ഉണ്ടാകും. അങ്ങനെ ഈ എനർജിക്കും അടിസ്ഥാനം എന്താണ്? ആ രീതിയിൽ ചിന്തിച്ചാൽ ശുദ്ധമായ ബോധം. അത് ആധുനിക ശാസ്ത്രം തന്നെ, കോൺഷ്യസ്നെസ് എന്നൊക്കെ ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയും. ഷ്വാഡിഞ്ചർ എന്നൊക്കെ പേരുള്ള ശാസ്ത്രജ്ഞൻ, എന്നൊക്കെ പേരല്ല, എന്ന് പേരുള്ളൊരു ശാസ്ത്രജ്ഞനുണ്ട്. നമുക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ ഈ ലോകം വലിയൊരു കളവാണ് എന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അദ്വൈത വേദാന്തത്തിന് ഈ ഒരു എൻഡോസ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല. എന്നാലും ചിലവർക്കൊക്കെ ഈ ഷ്വാഡിഞ്ചർ എന്നൊക്കെ ഉള്ളത് പറഞ്ഞാലേ ഈ വ്യാസൻ ശുഗൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബഹുമാനം ഉണ്ടാവില്ല. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കേമാൻ തോന്നും. രണ്ടും രണ്ടാണ്, സംശയമൊന്നുമില്ല. ഒരിക്കലും ചേർത്ത് കെട്ടാൻ കഴിയില്ല. രണ്ടിൻ്റെയും മെത്തഡോളജി, രീതിശാസ്ത്രം രണ്ടാണ്. ആധുനിക ശാസ്ത്രത്തെയും വേദാന്ത ശാസ്ത്രത്തെയും കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ എവിടേക്കോ കെട്ടിയെന്നൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ കെട്ടാൻ പറ്റില്ല. ഒന്ന് സബ്ജക്റ്റീവാണെങ്കിൽ ഒന്ന് ഒബ്ജക്റ്റീവാണ്. ഒരിക്കലും ചേരില്ല എന്നർത്ഥം. ഒന്ന് വിഷയത്തെക്കുറിച്ചാണെങ്കിൽ മറ്റത് വിഷയിലാണ് വിഷയം എന്നാണ് വേദാന്തം പറയുക. മറ്റത് വിഷയങ്ങളുടെ ചേർച്ചയാണ് വിഷയി എന്നാണ്. അങ്ങനെയല്ലേ? മൂലകങ്ങളുടെ ചേർച്ചയല്ലേ ജീവൻ. വേദാന്തം എന്താണ്? ഈ പ്രപഞ്ചം തന്നെ ബോധത്തിൽ. ബോധം ഇല്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? നമ്മളെ ദൃഷ്ടി തന്നെ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? ഞാൻ ഇല്ലെങ്കിൽ ഈ സപ്താഹമുണ്ടോ? എന്താ അഭിപ്രായം? ഞാൻ ഇല്ലെങ്കിൽ സപ്താഹമുണ്ടോ? വേറെ ആർക്കും ഉണ്ടായിട്ട് കാര്യമില്ലാന്ന്. എനിക്ക് സപ്താഹം എന്ന അനുഭവം ഞാൻ പ്രകാശിക്കുമ്പോഴല്ലേ ഉള്ളൂ. അപ്പം ഞാനെന്ന പ്രകാശത്തിലാണ് എല്ലാം പ്രകാശിക്കുന്നത്. വിഷയങ്ങളൊക്കെ പ്രകാശിക്കുന്നത് വിഷയിലാണ്. ഇതാണ് വേദാന്തം. മറ്റത് അങ്ങനെയല്ല. വിഷയങ്ങളൊക്കെ കൂടെ ചേരുമ്പോൾ, ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുമ്പം വിഷയം അങ്ങോട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് ചേരില്ല. എന്നാലും ചിലവർക്കൊക്കെ ഇത് പറഞ്ഞാൽ ഒരു ബഹുമാനം തോന്നും. അതുകൊണ്ട് പറഞ്ഞു തന്നില്ല. പിന്നെ കുറച്ച് ആ രീതിയിൽ ചിന്തിച്ചപ്പം ECG സുദർശനെ പോലുള്ള ശാസ്ത്രജ്ഞരൊക്കെ ഈ അദ്ദേഹത്തിൻ്റെയൊക്കെ ലേഖനങ്ങളുണ്ട്, നെറ്റിലൊക്കെ കിട്ടും. വേദാന്തത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ സത്യാന്വേഷണം വേദാന്തത്തിലേക്ക് എത്തിയിട്ടുള്ള അതിനെ ഒരു സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ ഉണ്ട്. ശരി, നിൽക്കട്ടെ. അപ്പം പറഞ്ഞു വന്നത് എന്താണ്? ഈ പ്രപഞ്ചം ഒരു തോന്നലാണ്, മിഥ്യയാണ്. പക്ഷെ മിഥ്യയാണ്, തോന്നലാണ്, ഭ്രമം ആണെന്ന് പറയുമ്പോൾ ഇത് കണ്ടനുഭവിക്കുന്ന നമുക്ക് ഒരു തൃപ്തി വരില്ല. അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടോ? ആപേക്ഷികമാണ് ഈ സൃഷ്ടിയെ പറ്റിയുള്ള പറയൽ.
ആരോടാ സൃഷ്ടിയെപ്പറ്റി പറയേണ്ടത്? ഈ പ്രപഞ്ചം ആർക്കുണ്ടോ അയാളോട് സൃഷ്ടിയെപ്പറ്റി പറയുക, അയാൾ സൃഷ്ടിയെ കേൾക്കുക. അവിടെയുള്ളൂ സൃഷ്ടി. ഭഗവാൻ മായ എന്ന ഭേദം തന്നെ എവിടെയുള്ളൂ? ഭേദം കാണുന്നിടത്തേ ഉള്ളൂ. അപ്പം ഈ ഭേദം ഞാൻ കാണുന്നു, ശാസ്ത്രം പറയുന്നു ഭേദം ഇല്ല എന്ന്. ഭേദം ഇല്ല എന്നതാണ് സത്യമെങ്കിൽ എന്തുകൊണ്ട് ഈ ഭേദം എന്നതിന് ഉത്തരമായി എന്തു പറഞ്ഞു ആചാര്യൻ? ഇത് മായയാണ്, ഭഗവാന്റെ ശക്തിയാണ്. അപ്പം മായ എന്താ? ഭഗവാനും മായയും വേറെ വേറെയാണോ? അല്ല. അങ്ങനെ വേറെ വേറെ വന്നു കഴിഞ്ഞാൽ അവിടെ ദ്വൈതമായി. മായ എന്ന് വെച്ചാൽ ഭഗവാന്റെ അനന്യയായ അഭിന്നയായ ശക്തി. അങ്ങനെ പറയാൻ പറ്റുമോ? അനിർവചനീയ രൂപ, നിർവചിക്കാൻ കഴിയില്ല. മായ എന്തെന്ന് അന്വേഷിച്ചു പോയാൽ ഒരിക്കലും ഉത്തരം കിട്ടില്ല. ഈ ലോകത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളെ അന്വേഷിച്ച് ഇതെന്തെന്ന് അന്വേഷിച്ച് പോയാൽ ഈ ലോകത്തിൽ ഒരിക്കലും ഉത്തരം കിട്ടില്ല. കൂടി ഭ്രമായി ആദ്യം 9 ഗ്രഹം, പിന്നെ 8 ഗ്രഹം, നാളെ 10 ഗ്രഹം, മറ്റന്നാൾ 12, പിന്നെ വീണ്ടും 6, 5, ഇതെവിടെ എത്തില്ല. അങ്ങനെ പോവുകയുള്ളൂ. അപ്പം യുക്തിയെക്കൊണ്ട് ഒരിക്കലും മായയെ കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ സത്യത്തിലേക്ക് ശ്രദ്ധ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ മായ ഇല്ലാതെയാവും. മായ ഇല്ല. അതാണ് ഗുരുദേവൻ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും എന്ന് പറഞ്ഞത്. മായയും മായാവിയും മായാവിനോദനും ഭഗവാൻ, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും ഭഗവാൻ. പിന്നെ ഈ സൃഷ്ടിയെപ്പറ്റി പറയുന്നത് എങ്ങനെ പറയുന്നു? നമ്മളൊക്കെ പണ്ട് ഈ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചന്ദ്രൻ മാഷായിരുന്നു ഞങ്ങൾക്ക് സയൻസ് എടുത്തിരുന്നത്. അപ്പോൾ ഈ സയൻസ് എടുക്കാൻ വരുന്ന സമയത്ത് മാഷ് ഗ്ലോബും കൊണ്ടുവരും. അല്ലേ, ഇന്നിപ്പം ഗ്ലോബിൻ്റെ ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക്. കമ്പ്യൂട്ടർ പഠന മുറികളൊക്കെയാണ് കാണിച്ചു കൊടുക്കാൻ പറ്റുക. അന്നിപ്പോൾ ഈ ഗ്ലോബേ ഉള്ളൂ. ഈ ഗ്ലോബ് ഇങ്ങനെ തിരിക്കുമ്പോൾ തിരിയും. എന്നിട്ട് മാഷ് ക്ലാസ് എടുക്കും, ഭൂമി സാങ്കല്പികമായ അച്ചുതണ്ടിൽ തിരിയുന്നു എന്ന്. കേട്ടിട്ടില്ലേ? സാങ്കല്പികമായ അച്ചുതണ്ടിൽ ഭൂമി തിരിയുന്നു എന്ന്. സത്യമായിട്ട് ഞാൻ അന്ന് ഈ സാങ്കല്പികമായ അച്ചുതണ്ട്, ഈ സാങ്കല്പികം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊന്നും അന്ന് അറിയില്ല. അപ്പോൾ ഈ അച്ചുതണ്ട് ഉണ്ടെന്ന് തന്നെയാണ് കരുതിയത്. ഈ ഗ്ലോബൽ നോക്കുന്ന സമയത്ത് ഉണ്ട് താനും. പിന്നെ ഞാൻ മനസ്സിലായത് ഈ സാങ്കല്പികം എന്ന് പറഞ്ഞാൽ എന്താ? പൊളി, കളവ് എന്നർത്ഥം അല്ലേ? സാങ്കല്പികം എന്ന് വെച്ചാൽ ഇല്ലാത്തത് സങ്കല്പിച്ചുണ്ടാക്കുക. അപ്പോൾ ഇല്ല, അച്ചുതണ്ടില്ല. എന്നാലും ഈ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി ഈ ഗ്ലോബ് ഇതിങ്ങനെ തിരിയുന്നുണ്ടെങ്കിൽ തിരിയാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേന്ന് അവൻ്റെ ഉള്ളിൽ ചോദ്യം വരും. അപ്പോൾ എന്തു പറഞ്ഞു? അപ്പോൾ ഒരു സാങ്കല്പിക അച്ചുതണ്ട് വെച്ചു. ഈ ഒരു സാങ്കല്പിക അച്ചുതണ്ട് വെക്കലാണ് ഭാഗവതത്തിലും മറ്റ് വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ള സൃഷ്ടിക്രമം. ഈ ഒരു സൃഷ്ടിക്രമം പറയുമല്ലോ, മഹത്തത്വം, അഹന്തത്വം, 3 അഹങ്കാരങ്ങളായി പിരിയുന്നു. ഇതൊക്കെ പലപ്പോഴും ഈ ഭാഗവതമൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ദ്വിതീയ സ്കന്ധം തൃതീയ സ്കന്ധം പലർക്കും കീറാമുട്ടിയാണ്. അതിൽ വല്ലാതെ പേടി, അയ്യോ സൃഷ്ടിയാണ്, അതൊന്നും മനസ്സിലാവില്ല. മഹത്തത്വം അഹന്തത്വം അതെങ്ങനെ പിരിഞ്ഞു? 3 അഹങ്കാരങ്ങൾ എന്താ അത്? അതെങ്ങനെയാണ് അതിൽ നിന്നും ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നത്, മനസ്സുണ്ടാവുന്നത്? ഇതിലിത്ര പരിഭ്രമിക്കുന്നു വേണ്ട. ഇത് നേരത്തെ സാങ്കല്പികമായ അച്ചുതണ്ടാണ്. സംശയമില്ല. കാരണം സൃഷ്ടിക്രമങ്ങൾ പറഞ്ഞത് നോക്കിയാൽ അവിടെ ഒരു വലിയ നിഷ്ഠയും ഒരു നിഷ്കർഷയൊന്നും നമ്മളുടെ ആചാര്യന്മാർ വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഭാഗവതത്തിലെ സൃഷ്ടിക്രമം നോക്കിയാൽ അവിടെ കൂടുതലായും സാഖ്യൻ്റെ ടെക്നിക്കൽ ടേംസ് വെച്ചുകൊണ്ടാണ് സൃഷ്ടി പറയുന്നത്. സാഖ്യൻ്റെ ടെക്നിക്കൽ പാരിഭാഷിക ശബ്ദങ്ങൾ ഉപയോഗിച്ച് പറയുന്നത് അദ്വൈത വേദാന്താണ്. ഈ മഹത്തത്വവും അഹന്തത്വമൊക്കെ സാഖ്യനാണല്ലോ. അന്നും അദ്വൈത വേദാന്തത്തിനില്ല. പഞ്ചഭൂത സൃഷ്ടി മുതൽക്ക് ഇങ്ങോട്ടല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ കൂടെ വെച്ച് ഒരു പ്രകാരേണ അങ്ങ് പറയുന്നു. വേറെ പുരാണങ്ങൾ നോക്കിയാൽ ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ദേവീ ഭാഗവതത്തിലൊക്കെ അവിടെ ഒരു രാധാകൃഷ്ണ സങ്കല്പമുണ്ട്, ഒരു ഗോലോകമുണ്ട്. ആ ഗോലോകത്തിലൊരു രാധയുണ്ട്, കൃഷ്ണനുണ്ട്. അവർ തമ്മിൽ സംഗമിക്കും. അപ്പോൾ ഒരു ഡിംബം ഉണ്ടാവും. എന്താണെന്നും ചോദിക്കരുതേ, എന്താണെന്ന് എനിക്കൊന്നും വെച്ചില്ല. ഒരു ഗോളം പോലെ ഉണ്ടാവും. അതങ്ങ് ഭേദിക്കും, ഈ പ്രപഞ്ചം ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഒരു ക്രമം പറയുന്നു എന്ന് മാത്രം. എന്തിനായി? ഈ പ്രപഞ്ചത്തെ വെച്ച് കാര്യകാരണ വിചാരം ചെയ്ത് പരമകാരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു പരമകാരണത്തെ വെച്ച് ചിന്തിക്കാതെ
ഈ പ്രപഞ്ചം എന്ന സമസ്യ ചുരുളഴിയില്ല. അന്വേഷണം അങ്ങനെ പോവുകയുള്ളൂ. കാര്യകാരണ വിചാരമാണല്ലോ എന്തിൻ്റെയും സത്യത്തെ പ്രകാശിപ്പിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അറിയാൻ പിന്നിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു പരമകാരണത്തിലെത്തിയേ പറ്റൂ. അങ്ങനെ പ്രപഞ്ചത്തിന് ഒരു കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാവില്ല. സാമാന്യ യുക്തിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അത് എങ്ങനെയൊക്കെ ആയിരിക്കണം? പരമകാരണത്തിന് വേറൊരു കാരണം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ എന്താവും? അത് പരമകാരണം അല്ലാതെയാവും. അതിന് വേറൊരു കാരണമായി അതാവില്ലേ പരമകാരണം. അപ്പോൾ അമൂലോ മൂലം, പരമകാരണം അമൂലമായിരിക്കണം. അതിനൊരു കാരണമില്ല. അത് ഉണ്ടായതാവാൻ പാടില്ല. ഉണ്ടായതാണെങ്കിൽ നശിക്കും. അപ്പോൾ അജമായേ തീരൂ. അജമാണെങ്കിൽ എന്തായേ തീരൂ? അവ്യയമായേ തീരൂ, നശിക്കാത്തതായേ തീരൂ. അപ്പോൾ പരമകാരണം ജനിക്കാത്തതായേ തീരൂ, നശിക്കാത്തതായേ തീരൂ. ഇനി ആ പരമകാരണത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പം പാല് തൈരായ പോലെ ഈ മണ്ണ് കുടം, അതാണല്ലോ നമുക്ക് കൂടുതൽ കേട്ടുള്ള പരിചയമുള്ള ഉദാഹരണം. അപ്പം മണ്ണിൽ നിന്നും കുടം ഉണ്ടായ പോലെ ആ പരമകാരണ സച്ചിദാനന്ദ വസ്തുവിൽ നിന്ന് ഈ പ്രപഞ്ചം അങ്ങ് ഉണ്ടായതാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മണ്ണിൽ പരിണാമം സംഭവിച്ചാണ്, മണ്ണിനെ പരിണമിപ്പിച്ചിട്ടാണ് കുടമാക്കുന്നത്. അപ്പോൾ കുടം ആയപ്പോഴോ മണ്ണുണ്ടോ? പിന്നെ അവിടെ മണ്ണ് നശിച്ചു. ഈ പരിണാമം എന്ന് പറയുന്നത് മൃത്യുവാണ്, മരണമാണ്. മാറ്റം എന്ന് പറയുന്നത് നാശമാണ്. അപ്പോൾ പരമകാരണം മാറി പ്രപഞ്ചമായതല്ല. ഈ മണ്ണ്, കുടം, ആഭരണം, സ്വർണം ആഭരണം എന്നതൊക്കെ കാര്യകാരണങ്ങൾ അഭിന്നങ്ങളാണ് എന്നതിനെ കാണിക്കാനായിക്കൊണ്ട് കൂടുതലായി ഉപയോഗിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്, സൃഷ്ടിക്കല്ല. സൃഷ്ടിയെ പറയാൻ ഉപയോഗിക്കുന്ന ദൃഷ്ടാന്തം നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം കേട്ട ദൃഷ്ടാന്തം തന്നെ, കയറ് പാമ്പ് അല്ലെങ്കിൽ മരുമരീചിക. ഈ കയറ് പാമ്പിലേക്ക് വരുമ്പോൾ കയറ് എന്ന കാരണത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചുവോ? അവിടെ പാമ്പ് എന്ന അനുഭവം ഉണ്ടായപ്പോൾ ഒരു മാറ്റവും സംഭവിച്ചില്ല. അത് അപരിണാമിയായി മാറ്റമില്ലാതെ കയറായിട്ട് നിൽക്കുന്നു. പിന്നെന്താ അവിടെ ഉണ്ടായത്? പാമ്പ് എവിടെയാ? കയറിൽ പാമ്പുണ്ടോ? ഇല്ല. പാമ്പ് നോക്കിയ ആളുടെ ബുദ്ധിയിലാണുള്ളത്. നോക്കിയ ആളുടെ ബുദ്ധിയിലുള്ള ആ കയറെന്ന സത്യം ബുദ്ധിയിൽ പ്രകാശിക്കാതിരുന്നപ്പോൾ ബുദ്ധിയിലുള്ള ഈ പാമ്പെന്ന ഭ്രമം അവിടെ കയറി. കയറപ്പോഴും കയറായിട്ട് നിൽക്കുകയാണ്. പാമ്പ് വരുന്നതിന് മുന്നേയും, പാമ്പ് വന്നപ്പോഴും, പാമ്പ് നിന്നപ്പോഴും, ഇനി പാമ്പ് പോയപ്പോഴും ഒക്കെ കയറിന് ഒരു മാറ്റമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ പരമകാരണമായ സച്ചിദാനന്ദ വസ്തു ഒരു മാറ്റവും കൂടാതെ നിൽക്കുന്നു. ആ സച്ചിദാനന്ദ ബോധത്തിൽ ഈ പ്രപഞ്ചം മനക്കൽപ്പനയായി, സൃഷ്ടിയായി പ്രകടമാവുന്നു, നിൽക്കുന്നു, ഇല്ലാതെയാവുന്നു. എപ്പോൾ ഇല്ലാതെയാവും? എപ്പോൾ വെളിച്ചം അടിച്ചു നോക്കുന്നോ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് അത് കയറാണെന്ന് പറയുന്നോ അപ്പോൾ പാമ്പ് പോയി. അധികം താമസമൊന്നുമില്ല, പറഞ്ഞ് പഠിപ്പിക്കൊന്നും വേണ്ട. അത് ഒരു ടോർച്ച് അടിച്ചിട്ട് അത് കയറാണല്ലോ എന്ന് പറഞ്ഞാൽ മതി. കയറാണെന്ന അറിവ് പ്രകാശിച്ചാൽ പാമ്പ് പോയി. ഇതേപോലെ ആ പരമകാരണമായ വസ്തു ഭഗവാൻ 3 കാലങ്ങളിലും മാറ്റമില്ലാതെ അപരിണാമിയായി തുടരുന്നു. ആ ഭഗവാനിൽ ഭഗവത് ശക്തിയായ മായ ഈ പ്രപഞ്ചപ്രതീതി ഉണ്ടാക്കുന്നു. ഇതാണ് വേദാന്തത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയുള്ള പരമമായ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിക്രമം പറഞ്ഞു. അതിനുശേഷം അവർ സൃഷ്ടിക്രമം പറയുമ്പോഴാണ് ഭഗവാൻ മായയെ സ്വീകരിച്ചു, പിന്നെ മഹത്തത്വം ഉണ്ടായി. അതൊക്കെ അത് അഹന്തത്വമായി 3 അഹങ്കാരങ്ങളായി പിരിഞ്ഞു. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായി. രാജസിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, പ്രാണനൊക്കെ ഉണ്ടായി. താമസിക അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ഇതൊക്കെ കൂടെ ചേർന്നൊരു അണ്ഡമായി പരിണമിച്ചു. അതിലേക്ക് ഭഗവാൻ തൻ്റെ ശക്തിയെ സന്നിവേശിപ്പിച്ചു. അങ്ങനെ ഈ അണ്ഡം ഭേദിച്ച് പ്രപഞ്ചം പ്രകടമായി. ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിലൂടെയായി സൃഷ്ടി നടക്കുന്നത് എന്നാണ്. ഈ ബ്രഹ്മാവിന് ഭഗവാൻ
ഈ സൃഷ്ടി രഹസ്യത്തെ ഉപദേശിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ താത്വികമായി എടുക്കണം, എന്നാലേ നമുക്ക് വസ്തുത മനസ്സിലാവുള്ളൂ. ഈ ബ്രഹ്മാവ് എന്ന് വെച്ചാൽ 4 തലയൊക്കെയുള്ള ഒരാൾ മുകളിൽ ഏതോ ഒരു ലോകത്തിലിരുന്ന് നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മളങ്ങനെ ഉരുട്ടി ഓരോരോ ആകൃതി രൂപം കൊടുത്ത് ഇങ്ങനെ ജീവൻ വരട്ടെ എന്ന് പറഞ്ഞ് ജീവൻ വരുത്തി ഇങ്ങനെ വിടുകയല്ല. ബ്രഹ്മാവ് ഒരു വ്യക്തിയല്ല, തത്വമാണ്. ബ്രഹ്മാവ് വിശ്വ മനസ്സാണ്, വിശ്വ അന്ധക്കരണമാണ് ബ്രഹ്മാവ്. അന്ധക്കരണത്തിന് 4 വൃത്തികളാണ്. എന്നുവെച്ചാൽ അന്ധക്കരണം 4 പ്രവർത്തികൾ ചെയ്യുമ്പോൾ 4 പേരിൽ അറിയപ്പെടുന്നു. അല്ലാതെ അന്ധക്കരണത്തിന് 4 കമ്പാർട്ട്മെൻറ്റുകളാണെന്നൊന്നും ആരും ധരിച്ചു വയ്ക്കേണ്ട. അന്ധക്കരണ വൃത്തികളെന്ന് വെച്ചാൽ അന്ധക്കരണത്തിൻ്റെ 4 ഭാവങ്ങൾ. സങ്കല്പ വികല്പങ്ങൾ വരുമ്പോൾ മനസ്സ്, അത് വേണോ ഇത് വേണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഭാഗവതം കേൾക്കണോ കല്യാണത്തിന് പോകണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് മനസ്സ്. കല്യാണങ്ങൾ ഇനി ഉണ്ടാവും, അത് ചിലപ്പം പിന്നെ ഡൈവോഴ്സൊക്കെ ആവും. ഭാഗവതാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ചാൽ ആ നിശ്ചയിക്കുന്നത് ബുദ്ധി. പിന്നെ ഭാഗവതം കേട്ടു, ഇവിടുന്ന് കേട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ റൂമിൽ താമസിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടാവുമല്ലോ. ഇത് സംബന്ധമായിട്ടുള്ളൊരു സംസ്കാരം, അതാണ് ചിത്തം. സ്മൃതിരൂപമാണ് ചിത്തം. ഇനി ഇതൊക്കെ എവിടെയാണ്? അഭിമാനത്തിലാണ്. ഞാൻ കേൾക്കുന്നു, ഞാൻ സ്മരിക്കുന്നു, അതാണ് അഹങ്കാരം. ഈ 4 അന്ധക്കരണ വൃത്തികളാണ് ബ്രഹ്മാവിൻ്റെ 4 തലകൾ. അല്ലാതെ 4 തലയൊക്കെ ആയും കൊണ്ട് വികൃത തത്വമായും കൊണ്ട് ബ്രഹ്മാവ് ഇരിക്കുക എന്ന് കരുതണ്ട. അപ്പം ബ്രഹ്മാവ് ഉണർന്നു, അങ്ങനെയാണല്ലോ കഥ. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഉണർന്നു, ചുറ്റിനും നോക്കി ഒരു പിടുത്തവും കിട്ടിയില്ല. വിശ്വ മനസ്സിൻ്റെ ഉണരലാണ്, മനസ്സിൻ്റെ ഉണരലാണ്. ബ്രഹ്മാവ് മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കൊക്കെ അന്വേഷിച്ചു. മനുഷ്യൻ ഉണ്ടായ അന്ന് മുതൽക്ക് ചിന്താശീലനാണ് മനുഷ്യൻ. അവൻ അന്വേഷിക്കുന്നു. അവൻ അന്വേഷണത്തിന് വിഷയം 3 പ്രധാനമായും. ഞാൻ ആരാണ്? ഈ കാണുന്ന ജഗത്ത്, ഈ ലോകം, ഇതെന്താണ്? 2 ആയുള്ളൂ, ഇനി 3-മതൊന്ന്. ഈ ജഗത്തിലേക്ക് ഒന്നും കൂടി നോക്കുന്ന സമയത്ത് അതികണിശങ്ങളായ നിയമങ്ങൾ ഈ ജഗത്തിനെ നിലനിർത്തുന്നു. അല്ലെങ്കിൽ ജഗത്ത് നിലനിൽക്കുന്നത് കർക്കശങ്ങളായ കണിശങ്ങളായ നിയമങ്ങൾക്ക് മുകളിലാണ്. അപ്പോൾ ഈ നിയമങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിയമങ്ങൾക്ക് പിറകിൽ നിയാമകമായ ഒരു ശക്തി ഉണ്ടായേ തീരും. അതെന്ത് എന്ന് വെച്ചാൽ ഈശ്വരൻ. അപ്പം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ മുതൽക്ക് മനുഷ്യൻ്റെ മുന്നിലുള്ള 3 ചിന്തയ്ക്ക് വിഷയങ്ങളായ 3 ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ഇവിടെ അദ്വൈത വേദാന്തം ഈ 3 വിഷയ അല്ലെങ്കിൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം കണ്ടെത്തി എന്നർത്ഥം. ജീവനും ജഗത്തും ഈശ്വരനും ഒന്ന് തന്നെ. ജീവോ ബ്രഹ്മേതി നാപരാം, ബ്രഹ്മൈവ നാപരാം. ജീവൻ ബ്രഹ്മം തന്നെ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മേതി നാപരാം. ഈ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മമാണ് സത്യം. പിന്നെ ജീവൻ ബ്രഹ്മം തന്നെ എന്ന് വെച്ചാൽ ഒന്നിലേക്ക് എത്തി എന്നർത്ഥം അന്വേഷണം. ഈ ജഗത്ത് ആ ബ്രഹ്മത്തിൽ ബ്രഹ്മശക്തിയായ മായ പ്രകടമാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ ബ്രഹ്മാവ് ചിന്തിച്ചു അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞത് അതാണ്. എന്നിട്ട് ഈ പുറമേക്ക് അന്വേഷിച്ചിട്ട് ബ്രഹ്മാവിന് ഉത്തരം കിട്ടിയോ? ഇല്ല. കുറേ മുകളിലേക്ക് പോയി, കുറേ താഴേക്ക് വന്നു, കുറേ വശങ്ങളിലേക്ക് പോയി. അവസാനം അങ്ങനെ ഈ പുറമേ അന്വേഷിച്ചിട്ട് ഒരിക്കലും ഉത്തരം കിട്ടില്ല എന്ന് കണ്ടപ്പോഴോ ഇങ്ങോട്ട് വന്നു. ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു. താൻ ഇരുന്നയിടത്ത് തന്നെ ഇരുന്നു. തന്നിലിരുന്ന് വിചാരം ചെയ്യാൻ ആരംഭിച്ചു. അവിടെയാണ് ഈ കാരണജലം അടിക്കുന്ന ശബ്ദം 2 അക്ഷരമായി കേട്ടു എന്നൊക്കെ സാഹിത്യപരമായി ആലങ്കാരികമായി ഭാഗവതം പറഞ്ഞത്. സ്പർശേഷയിൽ ഷോഡശമേകവിംശം. സ്പർശാക്ഷരങ്ങളിൽ 16-മത്തെയും 21-മത്തെയും അക്ഷരങ്ങളായി ചേർന്ന് കേട്ടു എന്നാണ്. സ്പർശാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കാ മുതൽക്ക് മാ വരെയുള്ള അക്ഷരങ്ങളാണ് സ്പർശാക്ഷരങ്ങൾ. അതിൽ 16-മത്തെ അക്ഷരം ഏതാ? താ എന്നാണ്. 21-മത്തെ അക്ഷരം പാ എന്നാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ
ഇതേപോലെ ഒരു സപ്താഹത്തിന് ചോദിച്ച സമയത്ത് ത 21-ാമത്തത് പ, ഇത് രണ്ടും കൂടി ചേർന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു പത എന്ന്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഉത്തരം അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരിഭ്രമിച്ചു പോകും. കുട്ടിയോട് തെറ്റ് പറയാൻ പറ്റുമോ? അത് രണ്ടും കൂടി ചേർന്നാൽ പതയാവുമല്ലോ. ഭാഷ എപ്പോഴാ? ദ്വൈതത്തിലാ ഭാഷ. രണ്ടാളുണ്ടെങ്കിലേ ഭാഷ വേണ്ടൂ, ആശയവിനിമയത്തിനാ ഭാഷ. അപ്പോൾ ബ്രഹ്മാവേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. മിണ്ടാനും പറയാനും ഒരാളുണ്ടായാലല്ലേ മിണ്ടാനും പറയാനുള്ള ഉപാധി വരിക. അപ്പോൾ ഭാഷ വന്നിട്ടില്ല. പിന്നെ അക്ഷരം പേരുപോലെ തന്നെ ക്ഷയിക്കാത്തതാണ്, നാശമില്ലാത്തതാണ്. അതാണ് ഈ അക്ഷരങ്ങൾ ചേർന്ന് കേട്ടു എന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ തപസ് എന്ന ആശയം ഉള്ളിൽ വന്നു. ഞാൻ ഉണ്ട്, ബ്രഹ്മാവ് ചിന്തിച്ചു. ഇപ്പം ഇതൊക്കെ എന്തെന്ന് അന്വേഷിച്ചതിൻ്റെ സത്യം അന്വേഷിച്ച് പോയതാണ്, ഉത്തരം കിട്ടിയില്ല. ഞാനുണ്ട് എന്നത് എനിക്ക് അനുഭവമാണ്. എനിക്കതിന് പുറമെ ദൃഷ്ടാന്തങ്ങളൊന്നും വേണോ? എനിക്കിപ്പോൾ നിങ്ങളെ അനുഭവിക്കണമെങ്കിൽ കണ്ണ് വേണം, കണ്ണ് ചിമ്മാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ചെവി വേണം, ഇല്ലെങ്കിൽ തൊട്ട് നോക്കണം. പക്ഷേ എനിക്ക് എന്നെ അനുഭവിക്കാൻ കണ്ണോ മൂക്കോ നാക്കോ തൊക്കോ ചെവിയോ വേണോ? രാത്രി കറണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ പോയി തോന്നുന്നുണ്ടോ? ബാക്കിയൊക്കെ പോയി, ഭാര്യ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, ആരും കാണുന്നില്ല, ഞാനപ്പോഴും ഉണ്ട് അല്ലേ? അതാണ് സ്വരാട് എന്ന് ഭാഗവതം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത്. അത് സ്വാനുഭവമാണ്, സ്വാനുഭൂതിയാണ്. അപ്പം ഞാൻ ഉണ്ട് എന്നതിന് എനിക്ക് വേറൊരു കാരണം വേണ്ട, അത് സ്വയം അനുഭവം. അപ്പം ഞാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടായതാണെങ്കിൽ ഒന്നിൽ നിന്നും ഉണ്ടായേ തീരൂ. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ കാരണത്തെപ്പറ്റി വിചാരം ചെയ്തു. ഈ കാര്യകാരണ വിചാരം തന്നെ തപസ്. അല്ലാതെ തപസ്സെന്ന് വെച്ചാൽ എന്തോ ഈ സീരിയലിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒറ്റക്കാലിലൊക്കെ നിന്നൊരു പ്രത്യേക മന്ത്രം ജപിച്ച് ഇങ്ങനെ എന്തോ ഒരു ഗോഷ്ഠി കാണിക്കുകയല്ല. എന്താ തപസ്സെന്ന് വെച്ചാൽ കാര്യകാരണ വിചാരമാണ്. അങ്ങനെ ആ കാര്യകാരണ വിചാരമാകുന്ന തപസ്സിൻ്റെ ഒടുക്കത്തിൽ എന്ത് സംഭവിച്ചു? അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവിൻ്റെ മുന്നിൽ. അതല്ലേ അവിടെ നമ്മൾ കാണുന്നത്. എന്നിട്ട് വളരെ പ്രീതിയോടുകൂടി പറഞ്ഞു, തപസ്സുകൊണ്ട് മാത്രമേ എന്നെ ലഭിക്കൂ. വസ്തുസിദ്ധിർ വിചാരേണ, വിവേക ചൂടാമണിയിൽ പറയുന്നില്ലേ, വിചാരം കൊണ്ട് മാത്രമേ വസ്തുസിദ്ധി ഉള്ളൂ. വേറെ പുറമെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത്, യാഗം ചെയ്ത്, ഹോമം ചെയ്ത്, പൂജ ചെയ്തിട്ടൊന്നും പരമമായ വസ്തുവിനെ സിദ്ധിക്കില്ല. അപ്പോൾ ഇതൊന്നും വേണ്ടാന്നാണോ? ഇതൊക്കെ വേണം. ഇതൊക്കെ എന്തിന്? വിചാരത്തിന് നമ്മളെ പ്രാപ്തരാക്കാൻ നിരന്തരവും തീവ്രവുമായ ബ്രഹ്മവിചാരം സാധിക്കണമെങ്കിൽ ചിത്തം രാഗദ്വേഷങ്ങളകന്ന് ശാന്തമാവണം. അതിനുവേണ്ടിയാണ് ഈ പുറമെയുള്ള ക്രിയാകലാപങ്ങളൊക്കെ, സാധനാനുഷ്ഠാനങ്ങളൊക്കെ. പരമമായ വസ്തു വിചാരത്തിലൂടെ മാത്രമേ സിദ്ധിക്കൂ. അതാണ് ഭഗവാൻ എന്താ അവിടെ പറഞ്ഞത്? തപസ്സിലൂടെ മാത്രം കിട്ടുന്നവനാണ് ഞാൻ. തപസ്സിനെ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന പോലെ വേറെ ഒന്നുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കൈ പിടിച്ച് സംസാരിച്ചു എന്നാണ്. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലൊക്കെ പാശ്ചാത്യ സമ്പ്രദായമാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഈ കോവിഡ് വന്ന സമയത്ത് പല മെസ്സേജിലൊക്കെ കണ്ടില്ല. ഇപ്പം ഭാരതീയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം തൊഴൽ മാത്രമായി. പാശ്ചാത്യൻ്റെ ഷെയ്ക്ക് ഹാൻഡ് നമ്മൾ വിട്ടു. എന്തിനാണ് നമ്മുടേത് പാശ്ചാത്യന് കൊടുക്കുന്നത്? നമ്മുടെ തന്നെയത്, സംശയമില്ല, ഉറപ്പിച്ച് പറയാം. ലോകത്തിൽ ആദ്യം എഴുതപ്പെട്ട കാവ്യം ഏതാ? ലോകത്തിൽ ആദ്യം എഴുതപ്പെട്ട കാവ്യം, ആധുനിക ലോകം തന്നെ അംഗീകരിക്കുന്നത് വാൽമീകി രാമായണമാണ്. കാണാൻ നമുക്കവിടെ ഷെയ്ക്ക് ഹാൻഡ്. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് എപ്പോഴാണ്? സഖ്യമുണ്ടാക്കുമ്പോഴാണ്, സന്ധി ഉണ്ടാക്കുമ്പോഴാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അല്ലേ? രണ്ടുപേര് സഖ്യം വരുമ്പോൾ വലിയൊരു സഖ്യമുണ്ടല്ലോ രാമായണത്തിൽ. ആരൊക്കെ തമ്മിൽ? സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ കൃത്യം പറയുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സഖ്യം ചെയ്തു എന്ന് നമുക്ക് കാണാം. വാൽമീകി രാമായണം നോക്കിയാൽ കാണാം. ശരി, അപ്പോൾ ഇവിടെ കരേസ്പൃശൻ ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ അങ്ങക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് എന്താ ചോദിച്ചത്? ഈ സൃഷ്ടിയുടെ രഹസ്യം, അതായത് ഞാൻ ഇപ്പം സൃഷ്ടിക്കേണ്ട ആളാണ് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ സൃഷ്ടിക്കുമ്പോൾ അതിലൊരു ഉടമസ്ഥാവകാശം, അത് എൻ്റേതാണ് എന്ന മമത വരാം. ആ മമത വന്നാൽ പെട്ടില്ലേ? ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവിന് മമത വന്നാലുള്ളൊരു കഷ്ടപ്പാട്. ഈ ലോകത്തിലുള്ളതൊക്കെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി. മാതൃഭൂമിയിൽ മനോരമയിൽ 9ാമത്തെ പേജിൽ ഒഴിഞ്ഞ സ്ഥലം എന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ല? ചരമ പേജിൽ ഒഴിഞ്ഞൊരു സ്ഥലം, ഒരു സ്പേസ് അവിടെ കണ്ടിട്ടുണ്ടോ? ദിവസവും ഇത് വായിച്ചിട്ട് കരയാനല്ലേ ബ്രഹ്മാവിന് സമയം ഉണ്ടാവുള്ളൂ. ഈ മമത ബ്രഹ്മാവിന് വന്നു കഴിഞ്ഞാൽ
അപ്പം ഇത് വരാതിരിക്കാൻ എനിക്ക് പരമമായ ജ്ഞാനം ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങ് സൃഷ്ടിക്കുന്നു എന്ന അഭിമാനത്തിലല്ലേ എൻ്റെതാവുക? അങ്ങ് സൃഷ്ടിക്കുന്നില്ല. അങ്ങന്നല്ല, ഇവിടെ ആരും സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടിയേ ഇല്ല. പിന്നെയോ എന്താ ഉള്ളത്? അഹമേവ അസമേവാഗ്രേ നാന്യലയൽ സദസത്പരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. അഗ്രേ അഹം ഏവ ആസ. അഗ്രേ ആദ്യം ഇവിടെ ഞാൻ മാത്രമാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഉള്ളത്. ഇനി ശേഷം നാളെ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഇന്നലെ ഞാനേ ഉണ്ടായിട്ടുള്ളൂ, നാളെ ഞാനേ ഉണ്ടാകുള്ളൂ. അപ്പം ഇന്നും ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ വേറെ ഒന്നില്ല. അപ്പോൾ പലതും ഉണ്ടെന്ന് തോന്നുന്നതോ അതെൻ്റെ മായയെ കൊണ്ട് തോന്നുന്നതൊരു തോന്നൽ അല്ല. ഈ പ്രപഞ്ചം ഒരു തോന്നലാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ വിഷമമുണ്ടാവും, ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ ലോകം കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും മനസ്സും കൂടി ഉണ്ടാക്കിയൊരു ചിത്രമല്ലേ? അല്ലേ? നമ്മൾ ഈ കണ്ടനുഭവിക്കുന്ന ലോകത്തിൻ്റെ രൂപം ഇതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? വിവേകാനന്ദ സ്വാമി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ഈ ലോകത്തെ അനുഭവിപ്പിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ, അതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിവ് നൽകുന്നത്. കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് പുറമെ 6ാമതൊരു ഇന്ദ്രിയം ഉണ്ടായി എന്ന് വെറുതെ സങ്കല്പിക്കുക. ഒരു ഒരു മൈക്രോസ്കോപ്പിൻ്റെ ശക്തിയുള്ള ഏറ്റവും സൂക്ഷ്മമായ വസ്തുവിനെ കാണാൻ പറ്റുന്ന, ഈ ആറ്റത്തിൻ്റെ ഘടനയൊക്കെ കാണാൻ പറ്റുന്ന ഒരു കണ്ണ് നെറ്റിയിലുണ്ടായി, മഹാദേവൻ്റെ കണ്ണ് പോലെ ഉണ്ടായി എന്ന് കരുതുക. ആ കണ്ണ് തുറന്ന് ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന ലോകമാണോ അവിടെ ഉണ്ടാവുക? അല്ല, തീർത്തും വ്യത്യാസമായില്ലേ? അപ്പോൾ ചോദ്യം, ഏത് ലോകാ സത്യം? ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്ന ലോകമാണോ സത്യം? അത് അങ്ങനെ ഒരു കണ്ണുണ്ടായി ആ കണ്ണ് കാണിക്കുന്ന ലോകമാണോ സത്യം? ഈ ലോകത്തിൽ, നമ്മുടെ ലോകം എന്ന് പറയുന്ന ലോകത്തിൽ എത്ര ലോകങ്ങളുണ്ട്? ഉറുമ്പിൻ്റെതായൊരു ലോകമുണ്ട്. ഉറുമ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ കൈ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഭാഗവതം വായിക്കുന്ന വാസുദേവ പ്രസാദിൻ്റെ കൈയാണ് എന്നുള്ള അനുഭവമായിരിക്കും ഉറുമ്പിനുണ്ടാവുക? നിശ്ചയമില്ല. കാരണം ഉറുമ്പിൻ്റെ അനുഭവം ഉറുമ്പിനെ അറിയുള്ളൂ. എന്നാലും അതുണ്ടാവും തോന്നുന്നില്ല. അതിൻ്റെ മുന്നിൽ വലിയൊരു ചൈന വന്മതിലൊക്കെ വന്ന അനുഭവമായിരിക്കും അതിനുണ്ടാവും. അത് കൈയാണെന്ന് തന്നെ അത് കണ്ടോളണമെന്നില്ല, അല്ലേ? കാരണം അതിൻ്റെ കണ്ണ് അങ്ങനെയാണ്. നമ്മുടെ കണ്ണിനെ നാളെ ശക്തി അങ്ങോട്ട് ഇരട്ടിച്ചു എന്ന് വിചാരിക്കുക, ലോകം മാറിയില്ലേ? ഇപ്പം ഈ ചെവി ഇത്ര ഡെസിബൽ ശബ്ദത്തിന് മുകളിലേക്കും ഇത്ര ഡെസിബൽ ശബ്ദത്തിന് താഴത്തേക്കും ചെവിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. ഉറുമ്പ് നടന്നു പോകുന്ന സമയത്ത് ശബ്ദമുണ്ട്, കേൾക്കാറുണ്ടോ? ഇല്ല. ഇതൊക്കെ കേൾക്കാൻ നാളെ പറ്റിയാൽ ഈ ലോകം മാറിയോ ഇല്ലയോ? മാറി. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് സത്യമാണോ? അബ്സല്യൂട്ടാണോ? അല്ല. ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്നുണ്ടാക്കിയൊരു ചിത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ തോന്നലാണ്, ഭ്രമമാണ്. ഈ ഭ്രമം ഉണ്ടാകണമെങ്കിൽ ഒരു വസ്തു ഉണ്ടായേ തീരും, അല്ലേ? കയറുണ്ടെങ്കിലേ പാമ്പെന്നുള്ള പേടി ഉണ്ടാവുള്ളൂ. അവിടെ കയറില്ലാച്ച പാമ്പുമില്ല. അപ്പം ഭ്രമത്തിനും അധിഷ്ഠാനമൊന്നും ഉണ്ടായേ തീരും. അപ്പം ഈ ജഗത്തെന്ന ഭ്രമം നമുക്ക് മുന്നിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഈ ജഗദ്ഭ്രമം കാണിക്കുന്നതേ ഏതാവാനസ്യ മഹിമാം, ഭഗവാന്റെ മഹിമയെയാണ്, ഭഗവാനെയാണ്. ഈ ലോകം എന്ന ഭ്രമം കാണിക്കുന്നത് തന്നെ ഈ ഭ്രമത്തിന് അധിഷ്ഠാനമായ സദ്വസ്തുവിനെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായത് ഞാൻ, ഇനി ശേഷിക്കുന്നത് ഞാൻ. അതിന് ഉപനിഷത്ത് ഉദാഹരണങ്ങൾ പറയുക. സ്വർണം, ആഭരണങ്ങൾ, അതേപോലെ എന്താണ് മണ്ണ്, മൺപാത്രങ്ങൾ. അവിടെ ഈ മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നാമരൂപങ്ങളുടെ പ്രകടമാകൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികൾ പറയും, ഭാഷ്യത്തിൽ കാണാം, നാമരൂപാഭിവ്യക്തി സൃഷ്ടിയും. നാമരൂപങ്ങളുടെ അഭിവ്യക്തമാകലാണ് സൃഷ്ടി. പരമമായ വസ്തുവിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് നാമരൂപങ്ങളെ പ്രകടമാക്കുമ്പോൾ പേരുകളും രൂപങ്ങളുമാണ് ഇവിടെ പലത് വസ്തു ഏകം. പ്ലാസ്റ്റിക്കിൻ്റെ കസേര എന്ന് പറഞ്ഞാലും ബക്കറ്റ് എന്ന് പറഞ്ഞാലും താലെന്ന് പറഞ്ഞാലും ഒക്കെ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ വ്യവഹാര തലത്തിൽ ഭേദമുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വേദാന്തം എന്ത് പറയുന്നത്? തത്വതഃ, പരമാർത്ഥതഃ എന്നൊക്കെയുള്ള പദങ്ങൾ ഭാഗവതത്തിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. താത്വിക തലത്തിൽ, പാരമാർത്ഥിക തലത്തിൽ വസ്തു ഏകം, അദ്വിതീയം. വ്യവഹാരത്തിൽ ഇതിനൊക്കെ നിൽപ്പുണ്ട്. കസേരയ്ക്ക് കസേര വേണം, പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചിട്ട് ബക്കറ്റുകൾ ഇവിടെ കൊണ്ടിട്ടാൽ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇരിക്കുക എന്നുള്ള വ്യവഹാരം നടക്കണമെങ്കിൽ കസേര വേണം, വെള്ളം കൊണ്ടുവരണമെങ്കിൽ ബക്കറ്റ് വേണം, കഴുത്തിലിടാൻ വള പോരാ മാല വേണം, കയ്യിൽ ഇടാൻ വള വേണം മാല പോരാ.
അപ്പോൾ ഈ വ്യവഹാരത്തിൽ ഈ ഭേദം നിന്നോട്ടെ, വിരോധമില്ല. പക്ഷേ അതിൽ ഭാവം എന്തുണ്ടായാൽ മതി? ഈ ദ്രവ്യാദ്വൈതം സാധിക്കില്ല. ദ്രവ്യങ്ങൾ വേറെ വേറെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഭാവം അദ്വൈതായാൽ മതി. ആഭരണങ്ങളായി പ്രകാശിക്കുന്നത് സ്വർണം, ഈ പാത്രങ്ങളിലൊക്കെ മണ്ണ് എന്ന പോലെ ഈ കാണുന്നതിൻ്റെയൊക്കെ പരമമായ സത്യം ഏകവും രണ്ടില്ലാത്തതുമായ വസ്തുവാണ്, ഭഗവാനാണ്. ആ ചൈതന്യം തന്നെ നിറഞ്ഞു പ്രകാശിക്കുന്നു. അകവും പുറവും തിങ്ങിപ്രകാശിക്കുന്നത് ഭഗവാൻ മാത്രം. ഉള്ളിൽ പുറമേ എന്നൊന്നും പറയാൻ വയ്യ. ഉള്ളിലും പുറമെയും ഭഗവാനാണ്. അതല്ലേ കുന്തിദേവി പറഞ്ഞത്, അന്തർബഹിരവസ്ഥിതം. ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുമാങ്ങ ഭരണിയിൽ മാങ്ങട്ട് വെച്ച പോലെ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ല അർത്ഥം. ഈ പ്ലാസ്റ്റിക് കസേരയിൽ എവിടെയാണ് പ്ലാസ്റ്റിക്? ഉള്ളിലും പ്ലാസ്റ്റിക്കാണ്, പുറമേയും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ സർവവും ഭഗവാൻ തന്നെ. പിന്നെ ആ ഭഗവാനിൽ മായ കാണിക്കുന്നൊരു ഭ്രമമാണ് ഈ പ്രപഞ്ചം. എപ്പോൾ സത്യവസ്തുവിൽ ശ്രദ്ധയുറയ്ക്കുന്നോ അവിടെ മായ നീങ്ങും. വെളിച്ചം എപ്പോൾ ഉണ്ടാവുന്നോ ഇരുട്ട് പോയി. അതുകൊണ്ട് ഇരുട്ട് എന്താണ്, ഇരുട്ട് എങ്ങനെ ഉണ്ടായി, ഇരുട്ടിൻ്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിക്കേണ്ട, പോകണ്ട, നമ്മുടെ സമയം വെറുതെ പോവുകയുള്ളൂ. വെളിച്ചത്തെ ആശ്രയിക്കുക, വെളിച്ചത്തെ കൊണ്ടുവരിക. പരമമായ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ നീങ്ങും ഈ ജഗത് ഭ്രമം എന്നർത്ഥം. ഇതറിഞ്ഞ് ബ്രഹ്മാവെ സൃഷ്ടിച്ചോളൂ, ഒരു മമതയുണ്ടാവില്ല, ഒരു ബന്ധവും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലേ. ഈ ബ്രഹ്മജ്ഞാനികൾ ഒക്കെ സർവസംഘപരിക്തരായി കാട്ടിലിരുന്നവർ മാത്രമല്ല. ഉപനിഷത്തിൽ ബൃഹദാരണ്യത്തിൽ കാണുന്നില്ലേ, ജനകൻ അനവധി ഭാര്യമാരും ധാരാളം മക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അതൊന്നും ബാധിച്ചില്ല. എവിടെ ഇരിക്കുന്നു എന്നുള്ളതോ എന്ത് ചെയ്യുന്നു എന്നുള്ളതോ ആരൊക്കെ കൂടെ നിൽക്കുന്നു എന്നുള്ളതോ ഒന്നുമല്ല വിഷയം. ഇരിപ്പ് പരമമായ സത്യത്തിലാണെങ്കിൽ ഒന്നിനാലും ബാധിക്കപ്പെടില്ല. ഭാര്യമാരുണ്ടായിക്കോട്ടെ, മക്കളുണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ. ഇനി അതല്ല എങ്കിൽ ഏത് കാട്ടിൽ പോയി ഇരുന്നിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന, ഈ ഒരു പരമമായ ജ്ഞാനം അടിസ്ഥാനമാക്കി വെച്ച് സൃഷ്ടി ചെയ്തോളൂ. ഇത് ബ്രഹ്മാവിനോട് മാത്രമല്ല, നമ്മളോടൊക്കെ ഈ ഒരു പരമമായ അറിവിലിരുന്നുകൊണ്ട് ലോകത്തിൽ വ്യവഹരിച്ചോളൂ, ഒന്നിനാലും ബാധിക്കപ്പെടില്ല എന്നർത്ഥം. അങ്ങനെ ആ ചതുശ്ലോകി ഭാഗവതം കേട്ട ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്രഹ്മസൃഷ്ടിയൊക്കെ പറഞ്ഞു വരുന്നു. അതൊക്കെ നമുക്ക് പ്രഭാത ഭക്ഷണത്തിന് ശേഷം അടുത്ത പ്രഭാഷണ സമയത്ത് സ്വാമിജിയിൽ നിന്ന് കേൾക്കാം. ഇപ്പം വേഗം പോയി ഭക്ഷണം കഴിച്ച് വരിക. നമുക്കൊരു 9 മണിക്ക് ശേഷം വീണ്ടും പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.